പ്രേക്ഷകരെ സുഖമെന്ന് വിശ്വസിക്കുന്നു. ഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ കൾച്ചറൽ സെന്ററിൽ കഴിഞ്ഞ ദിവസം നടന്ന നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിൽ യോഗം സാധാരണ ഒരു സർക്കാർ മീറ്റിംഗ് മാത്രമായിരുന്നില്ല. ചരിത്രത്തിലാദ്യമായി ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ ഒരേ മേശയ്ക്ക് ചുറ്റുമിരുന്നു ഒരു പ്രത്യേക അജണ്ട സംസാരിക്കാൻ. ആ യോഗത്തിൽ പ്രധാനമന്ത്രി ഒരു ചോദ്യം ഉന്നയിച്ചു. 2047 ഇന്ത്യ വികസിത രാജ്യമാകണമെങ്കിൽ ഓരോ സംസ്ഥാനവും എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യും? ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഈ രാജ്യം വികസിതമാകാൻ സംസ്ഥാനങ്ങളുടെ പങ്ക് ചർച്ച ചെയ്യപ്പെടുന്നു. കാരണം ഇത് ഇന്ത്യക്കാകെയുള്ള കണിശതയാർന്ന ലക്ഷ്യമാണ്. ഇത് ഓരോ സംസ്ഥാനത്തിൻ്റെയും ലക്ഷ്യമാണ്, കേരളത്തിൻ്റെയുമാണ്. പക്ഷേ സംസ്ഥാനങ്ങളെ ആകെ വിളിച്ചുകൂട്ടി ഇത്തരമൊരു ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൻ്റെ അജണ്ട സ്വാതന്ത്ര്യാനന്തരം ഇതാദ്യമായി ചർച്ച ചെയ്തിരിക്കുന്നു. എന്തെന്നോ, ഇനി മുന്നിലുള്ള 20 വർഷം നമുക്ക് നിർണായകമാണ്. എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം. ഇതുവരെ ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനം GDP-യുടെ വർധനവിനപ്പുറം നമുക്ക് വികസിതമാകണമെന്ന് ചിന്തിച്ചിരുന്നു? ഉണ്ടാവില്ല എന്നതാണ് വാസ്തവം. അങ്ങനെയൊരു ലക്ഷ്യം കാണാനുള്ള ആത്മവിശ്വാസം നമുക്കുണ്ടായിരുന്നില്ല. അവിടെയാണ് ഇന്ത്യയുടെ കോപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെ ചരിത്രത്തിൽ സ്വർണ്ണലിപികളാൽ രേഖപ്പെടുത്തേണ്ട ഒരു സുപ്രധാന സംഭവത്തിന് ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ കൾച്ചറൽ സെന്റർ സാക്ഷ്യം വഹിച്ചത്. ചരിത്രത്തിലാദ്യമായി രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും 5 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും അഡ്മിനിസ്ട്രേറ്റർമാരും പൂർണ്ണമായി പങ്കെടുത്ത നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിൽ യോഗം ഒരു പുതിയ വികസന രാഷ്ട്രീയത്തിൻ്റെ തുടക്കമാണ് കുറിക്കുന്നത്. ഇൻക്ലൂസീവ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഫോർ വികസിത് ഭാരത് 2047 എന്ന പ്രമേയത്തിൽ ഊന്നി നിന്നുകൊണ്ട് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച ഓരോ വികസന സൂചകങ്ങളും കേരളത്തെ സംബന്ധിച്ച് വലിയ അവസരങ്ങളും ഒപ്പം ചില ഗൗരവമേറിയ പുനർവിചിന്തനങ്ങളുമാണ് ആവശ്യപ്പെടുന്നത്. ഉയർന്ന മാനവ വികസന സൂചികയും ശക്തമായ ഉപഭോക്തൃ വിപണിയുമുള്ള കേരളത്തിന് ഈ കേന്ദ്ര വികസന നയങ്ങളെ എങ്ങനെ തനതായ രീതിയിൽ പ്രയോജനപ്പെടുത്താമെന്ന് നാം ആലോചിച്ചേ പറ്റൂ. പ്രധാനമന്ത്രി നീതി ആയോഗ് യോഗത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യ UAE, ഇന്ത്യ ഓസ്ട്രേലിയ, ഇന്ത്യ UK, ഇന്ത്യ EFTA എല്ലാം രാജ്യമുണ്ടാക്കിയ വ്യാപാര കരാറുകളാണ്. ഇന്ത്യയുടെ ഈ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റുകൾ കേരളത്തിന് ഒരു സുവർണാവസരമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇന്ത്യ ഉണ്ടാക്കുന്ന ഈ വ്യാപാര കരാറുകൾ ആർക്ക് വേണ്ടിയാണ്? സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷേ കേരളത്തിൽ എത്ര MSME സംരംഭകർക്ക് ഈ അവസരങ്ങളെക്കുറിച്ച് അറിവുണ്ട്? കേരളം ഉടൻ ആരംഭിക്കേണ്ടത് ഒരു എക്സ്പോർട്ട് ആക്സലറേഷൻ മിഷനാണ്. ഓരോ ജില്ലയിലും എക്സ്പോർട്ട് ഫെസിലിറ്റേഷൻ സെൻറ്റർ വരണം. മലപ്പുറത്തെ ഫർണിച്ചർ, കാസർഗോഡിൻ്റെ തേങ്ങ ഉൽപ്പന്നങ്ങൾ, വയനാട്ടിലെ കാപ്പി, ഇടുക്കിയിലെ മസാലകൾ, കണ്ണൂരിലെ കൈത്തറി ഇവയെല്ലാം ലോകവിപണിയിലേക്ക് കേരളത്തിൻ്റെ ബ്രാൻഡിംഗ് എത്തിക്കാം. പ്രധാനമന്ത്രി നീതി ആയോഗ് യോഗത്തിൽ പറഞ്ഞ മറ്റൊരു സാധ്യതയാണ് വൺ ഡിസ്ട്രിക്ട് വൺ പ്രൊഡക്റ്റ് അഥവാ ODOP. കേരളം പോലൊരു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്താവുന്ന ആശയമാണിത്. ഓരോ ജില്ലയ്ക്കും ഗ്ലോബൽ ബ്രാൻഡിംഗ് സ്ട്രാറ്റജി വേണം. ഫ്രാൻസ് വൈൻ വിറ്റതുപോലെ, സ്വിറ്റ്സർലാൻഡ് വാച്ച് വിറ്റതുപോലെ, ജപ്പാൻ ഇലക്ട്രോണിക്സ് വിറ്റതുപോലെ കേരളം ജില്ലകളെ ബ്രാൻഡാക്കണം. അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതിക്കാരനിൽ നിന്ന് ഇന്ത്യ ആയുധ കയറ്റുമതിക്കാരനായി മാറുകയാണ്. ഡ്രോണുകൾ, അണ്ടർ വാട്ടർ സിസ്റ്റംസ്, മാരിടൈം ഇലക്ട്രോണിക്സ്, AI സർവൈലൻസ്, ഡിഫൻസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നിവയ്ക്കും കൊച്ചിയും തിരുവനന്തപുരം കണ്ണൂരും ഡിഫൻസ് ഇൻഡസ്ട്രി ക്ലസ്റ്ററുകളാക്കാം. പ്രതിരോധ ഉൽപ്പാദന മേഖലയിൽ ഇന്ത്യ കൈവരിക്കുന്ന വളർച്ചയിൽ സംസ്ഥാനങ്ങൾ പങ്കാളികളാകണമെന്ന പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം കേരളത്തിന് വലിയൊരു വഴിത്തിരിവാണ്. ഇതിനകം തന്നെ പ്രതിരോധ മുന്നേറ്റത്തിൽ സൈന്യത്തിൻ്റെ ബാക്ക്ബോണായി മാറിയ കൊച്ചിൻ ഷിപ്പ്യാർഡ്, ബ്രഹ്മോസ് എക്കോസിസ്റ്റം, ISRO, VSSC, നേവൽ ബേസ്, DRDO എന്നിവ കേരളത്തിൻ്റെ യുണീക്കായ ഓപ്പർച്യൂണിറ്റിയാണ്. ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങളുള്ള മറ്റേത് സംസ്ഥാനങ്ങളാണുള്ളത്? അതുകൊണ്ട് തന്നെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ സഹായത്തോടെ ഡ്രോണുകൾ, നേവൽ ഇലക്ട്രോണിക്സ് ഘടകങ്ങൾ എന്നിവ നിർമ്മിക്കുന്ന ചെറുകിട ഘടക നിർമ്മാണ യൂണിറ്റുകളുടെ ക്ലസ്റ്റർ, മാരിടൈം ഡിഫൻസ് ഹബ് എന്നിവ നമുക്ക് തുറക്കാം. ഇന്ത്യൻ നാവികസേനയ്ക്കും കോസ്റ്റ് ഗാർഡിനും ആവശ്യമായ ചെറിയ ബോട്ടുകളുടെ നിർമ്മാണത്തിനും കപ്പൽ അറ്റകുറ്റപ്പണികൾക്കുമായി കൊച്ചി കേന്ദ്രീകരിച്ച് ഒരു മാരിടൈം ക്ലസ്റ്ററും കേരളത്തിന് സാധിക്കും. ലോകമാകെ വലിയ ഡിമാൻഡുള്ള മേഖലയാണ് ഡാറ്റാ സെൻറ്ററുകൾ.
2047 ഇന്ത്യയുടെ സാധ്യതയാണത്. AI കാലഘട്ടത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് ഭൂമിയോ സ്വർണമോ അല്ല, ഓർക്കണം, ഡാറ്റയാണ്. തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂർ എന്നിവിടങ്ങളിൽ AI ഡാറ്റാ സെന്റർ പാർക്കുകൾ സ്ഥാപിക്കാം. എന്നിട്ട് ലോകത്തിലെ ക്ലൗഡ് കമ്പനികളെ ഇങ്ങോട്ട് ക്ഷണിക്കണം. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, ഒറാക്കിൾ, എൻവിഡിയ എന്നിവരെയൊക്കെ വിളിച്ചാലെന്താ? 1990-ൽ IT ആയിരുന്നു തരംഗം. അന്ന് ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്കുകളിലൊന്നായ ടെക്നോ പാർക്ക് ഉണ്ടാക്കിയവരാണ് നമ്മൾ. 2026-ൽ താരം AI ആണ്, അതും ഏജന്റിക് AI ഹെൽത്ത് കെയർ, AI അഗ്രികൾച്ചർ, AI ഗവേണൻസ്, AI എഡ്യൂക്കേഷൻ, AI ലീഗൽ സർവീസസ്, AI ജേർണലിസം എല്ലാത്തിനും സാധ്യതയാണ്. ഇത് നഷ്ടപ്പെടുത്തിയാൽ കേരളം അടുത്ത 25 വർഷം പിന്നിലാകും. ഓരോ സർക്കാർ വകുപ്പിലും AI അഡോപ്ഷൻ മിഷൻ കൊണ്ടുവരാൻ സർക്കാരിന് കഴിയട്ടെ. സ്ത്രീകൾ കേരളത്തിൻ്റെ മറഞ്ഞുകിടക്കുന്ന സാമ്പത്തിക ശക്തിയാണ്. അവർക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ച് കൂടുതൽ ആശ്രയ മനോഭാവം വളർത്തുന്നതിന് പകരം മില്യനർ വിമൺ ഓൺട്രപ്രണേഴ്സ് മിഷൻ ഉണ്ടാക്കി കുടുംബശ്രീയെ മൈക്രോ ബിസിനസ് നെറ്റ്വർക്കിൽ നിന്നും എക്സ്പോർട്ട് നെറ്റ്വർക്ക് ആക്കണം. മോദി നീതി ആയോഗിൽ പറഞ്ഞത് ലഖ്പതി ദീദീസിനെ കുറിച്ചാണ്. 3 കോടി ലക്ഷാധിപതികളായ സ്ത്രീകളിൽ നിന്ന് 6 കോടിയിലേക്ക് വനിതാ ലക്ഷപ്രഭുക്കളെ സൃഷ്ടിക്കാനാണ് ലക്ഷ്യം. ആ 6 കോടിയിൽ മലയാളികളായ എത്ര വനിതകളുണ്ടാകുമെന്നാണ് ഞാൻ ഉറ്റുനോക്കുന്നത്. ഇതെല്ലാം പറയുമ്പോഴും ഒരു വലിയ യാഥാർത്ഥ്യം മുന്നിലുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധി ധനപ്രതിസന്ധിയാണ്. അതിനാൽ പരമ്പരാഗത വായ്പകൾക്ക് പുറമെ പുതിയ മാർഗങ്ങൾ അവലംബിച്ചേ പറ്റൂ. ഡാറ്റാ സെന്ററുകൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന വികസനത്തിന് സ്വകാര്യ നിക്ഷേപം ആകർഷിക്കണം. വിഴിഞ്ഞം തുറമുഖം, കൊച്ചി മെട്രോ എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. പരിസ്ഥിതി സൗഹൃദ പ്രൊജക്റ്റുകൾക്കായി അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് കുറഞ്ഞ പലിശയ്ക്ക് ഗ്രീൻ ബോണ്ടുകൾ വഴി പണം സമാഹരിക്കാം. നീതി ആയോഗിൻ്റെ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് മാതൃകയിൽ പിന്നോക്ക താലൂക്കുകളെ വികസിപ്പിക്കാൻ കേന്ദ്ര പദ്ധതികൾ വഴി പരമാവധി ധനവിഹിതം പ്രയോജനപ്പെടുത്തുക. ലോകമെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ നിക്ഷേപം സുരക്ഷിതമായ വികസന പ്രൊജക്റ്റുകളിലേക്ക് ആകർഷിക്കാൻ പ്രത്യേക പ്രവാസി ബോണ്ടുകൾ ഇറക്കുക. ഇതിനെല്ലാം ഉപരി ഈ പദ്ധതികൾ 2047 ലക്ഷ്യം വെച്ചാണ്. പഴുതുകളടച്ച പ്രൊജക്റ്റാണ് സംസ്ഥാനം നൽകുന്നതെങ്കിൽ ഫണ്ട് കണ്ടെത്താൻ സഹായിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. കാരണം രാജ്യത്തിൻ്റെ വലിയ ലക്ഷ്യത്തിലേക്കുള്ള കേരളത്തിൻ്റെ വികസന ഓഹരിക്കാണ് പണം ചോദിക്കുന്നത്. വികസനത്തിന് പണം കേരളത്തിലേക്ക് വരണമെങ്കിൽ ഇനി കേരളത്തിന് വേണ്ടത് സാധാരണ തയ്യാറാക്കുന്ന 5 വർഷ പദ്ധതികളല്ല. വേണ്ടത് കേരള 2047 മിഷൻ ഡയറക്ടറേറ്റ് ആണ്. അതും ധനവിദഗ്ധനായ ചീഫ് മിനിസ്റ്റർ ഓഫീസിന് നേരിട്ട് കീഴിൽ. 10 പ്രധാന ലക്ഷ്യങ്ങൾ ഉണ്ടാകണം. 100 ദിവസങ്ങളുടെ അജണ്ടയായിരിക്കണം. 5 വർഷത്തെ ടാർഗറ്റും അടുത്ത 20 വർഷ ടാർഗറ്റും ഉണ്ടാകണം. ഓരോ ജില്ലയ്ക്കും ഗ്രോത്ത് ഡാഷ്ബോർഡ്, റിയൽ ടൈം മോണിറ്ററിംഗ്, പബ്ലിക് റിപ്പോർട്ടിംഗ്, സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ എന്നിവ ഉറപ്പാക്കണം. 2047 വികസിത ഇന്ത്യയുടെ സ്വപ്നം ഡൽഹിയിൽ മാത്രം നിർമ്മിക്കപ്പെടുന്നതല്ല. അത് കന്യാകുമാരി മുതൽ കശ്മീർ വരെയുള്ള സാധ്യതകളാൽ നിർമ്മിക്കപ്പെടുന്നതാകണം. വികസിതമായ രാജ്യമെന്ന ഇന്ത്യയുടെ ട്രെയിൻ ഇതിനകം പുറപ്പെട്ടു കഴിഞ്ഞു. ചോദ്യം ഇതാണ്: കേരളം ആ ട്രെയിനിൻ്റെ ഭാഗമാണോ? അതോ പ്ലാറ്റ്ഫോമിൽ നിന്ന് കൈവീശി കാണിക്കുന്ന ഒരു സംസ്ഥാനമാണോ? ഇന്ന് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് 2047 കേരളത്തെ നിർണ്ണയിക്കുക. ഇനി ടൈലൻഡ് കൂടി പറയാം. ലോക സാമ്പത്തിക പ്രതിസന്ധിയിലും ഇന്ത്യ ലോകത്തെ ഏറ്റവും വേഗതയേറിയ സമ്പദ് വ്യവസ്ഥയായി മാറിയിരിക്കുന്നു. ലോകത്തെ ഡീപ് ടെക്, സെമി കണ്ടക്ടർ, സ്പേസ് സാങ്കേതികവിദ്യ എന്നിവയിൽ ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പുകളെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഫ്രാൻസുമായി ചേർന്ന് ഭാരത് ഇന്നൊവേറ്റേഴ്സ് 2026 എന്ന വൻ പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നു. കാർബൺ എമിഷൻ 35% കുറയ്ക്കാൻ ലോകം ലക്ഷ്യം വെച്ച സമയത്തിന് 11 വർഷം മുന്നേ തന്നെ ഇന്ത്യ നേട്ടം കൈവരിച്ചിരിക്കുന്നു. 4399 ദിവസത്തെ തുടർച്ചയായ ഭരണത്തിലൂടെ ദീർഘകാലത്തെ നയപരമായ സുസ്ഥിരത ഇന്ത്യയിലും സാധ്യമാണെന്ന് ലോകത്തിന് മുന്നിൽ നമ്മൾ ഉറക്കെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. അനാവശ്യ കൊട്ടിഘോഷങ്ങളില്ലാതെ പൂർണ്ണമായ ഡിജിറ്റൽ വ്യാവസായിക പരമാധികാരം കൈവരിച്ച ഇന്ത്യയുടെ ഈ ശാന്തവും ദൃഢവുമായ കുതിപ്പ് സംസ്ഥാനങ്ങളിലേക്ക് പകരുകയാണ്. വികസിത ഇന്ത്യ എന്നത് കേന്ദ്ര സർക്കാരിന് ചില്ലിട്ട് തൂക്കിയിടാനുള്ള സർട്ടിഫിക്കറ്റ് അല്ല. ഓരോ പൗരൻ്റെയും ജീവിതത്തെ സ്പർശിക്കുന്ന, ഓരോ സംസ്ഥാനവും സ്വന്തം ഭാവിയെ പുനർനിർമ്മിക്കുന്ന ഒരു ദേശീയ വികാരമാണ്. കേരളം ആ ലക്ഷ്യത്തിന് തയ്യാറാണോ? നിങ്ങൾ എന്ത് കരുതുന്നു? എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് channelive.com.